ഞാന് ഓക്കെ ഓക്കെ ഞാൻ ചെറുപ്പത്തിലെ കുടി തുടങ്ങി. അത് ഓവറായി പോയി. അതായത് നിയന്ത്രിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യം വന്നു. ഒരു 36 വയസ്സായി കല്യാണം കഴിച്ചൊരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ കുടി നിർത്തണമെന്നും പറഞ്ഞുള്ള നിർബന്ധത്തിന് വഴങ്ങിയൊരു ചികിത്സാലയത്തിൽ പോയി. ഞാൻ അവിടെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചികിത്സാലയത്തിൽ നടത്തുന്ന ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു. അപ്പൊ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഈ ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് പോലെ 2 വലിയ ചാർട്ട് പോലെയുള്ള സാധനം കുറെ കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാനത് പോയി വായിച്ചു നോക്കിയത്. 12 പടികൾ എന്ന് പറഞ്ഞൊരു ഭാഗത്ത് കണ്ടു. അതൊന്ന് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു. അപ്പൊ അത് സ്വർഗത്തിൽ പോകാനുള്ള ഒരു പരിപാടിയാണ്. ഇപ്പൊ എനിക്ക് ആ ഉദ്ദേശമൊന്നും ഇല്ലാതെ അവിടെ നിൽക്കട്ടെ. അപ്പൊ അതിനപ്പുറത്ത് 12 പാരമ്പര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. ഞാൻ അത് വായിച്ചു നോക്കി. അപ്പൊ അതിനകത്ത് ആദ്യം എഴുതിയിരിക്കുന്നത് പൊതു നന്മയാണ് ആദ്യം വരേണ്ടത്. വ്യക്തിപരമായ മോചനം ഗ്രൂപ്പിന്റെ ഐക്യത്തെ ആശ്രയിച്ച് ഇരിക്കുന്നു. അതാണ് അതിനകത്ത് ആദ്യം എഴുതി വെച്ചിരിക്കുന്നത്. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ കാരണം, ഇപ്പൊ ഞാനൊരു സ്വാർത്ഥനാണ്. അതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടപ്പെടാതെ പോയത്. അതായത് ഞാൻ നാട്ടുകാരെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കുടിക്കാതിരിക്കുന്നത് കാണാനോ മറ്റുള്ളവരുടെ നന്മയോ ഉദ്ദേശിച്ച് വന്ന ഒരാളല്ല. എനിക്ക് കുടിക്കാതിരിക്കണം ഒരു തോന്നലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചികിത്സാലയം വിട്ടതിന് ശേഷം വീണ്ടും അവിടെ ചെന്നത്. അപ്പം എനിക്ക് തോന്നിയത് ഇതൊരു അത്ര എനിക്ക് പറ്റിയൊരു ഒരു മനോഭാവം അല്ലല്ലോ, ഒരു വാചകമല്ലല്ലോ അത് എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഐക്യമത്യം മഹാബലം, ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാം, ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഐക്യത്തെ കുറിച്ചിട്ട് അത് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥത്തില് പിന്നീട് പോകെ പോകെ മനസ്സിലായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എനിക്ക് എന്റെ സ്വന്തം കഴിവ് കൊണ്ട് കുടിക്കാതിരിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഞാൻ ഈ 10-20 വർഷം കുടിക്കേണ്ട കാര്യം എനിക്കില്ല. 4 പ്രാവശ്യം കുടിച്ചപ്പോ എനിക്ക് കാര്യം മനസ്സിലായതാണ്. അപ്പൊ എനിക്ക് എന്റെ സ്വന്തം കഴിവ് കൊണ്ട് എനിക്ക് തനിച്ച് കുടിക്കാതിരിക്കാൻ സാധിക്കില്ല. അപ്പൊ എനിക്ക് മറ്റുള്ളവരുടെ സഹായം വേണം. അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ വന്നത്. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരിക്കണമെങ്കിൽ ഐക്യം കൂടിയേ തീരുള്ളൂ. കാരണം ഐക്യമില്ലെങ്കിൽ ഏത് ഗ്രൂപ്പും തകർന്നു പോകും. ഇപ്പം ഒന്നിൽ കൂടുതൽ ആളുകൾ കൂടുന്ന ഒരു സംഗതിയാണല്ലോ നമ്മൾ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കുറച്ച് വർഷം മുമ്പ് ഒരു ദിവസം 5 മണിയായപ്പം അപ്പൊ പെട്ടെന്ന് എന്റെ മകള് പറഞ്ഞു, ഞാൻ കുറുമ്പാലക്കോട്ടെ പോവാ നാളെ, എന്റെ കൂട്ടുകാരും ഒത്ത് പോവാന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് എന്റെ വായിൽ വന്ന് നാളെ പോകണ്ട. അപ്പൊ ടീച്ചർ അടുത്ത് പോട്ടെ, ടീച്ചർ പറഞ്ഞു നാളെ പോകണ്ടെന്ന്. അപ്പൊ അവളൊരു നീൽക്കമലിന്റെ കസേരയിലായിരുന്നു ഇരുന്നത്. ആ കസേര എടുത്ത് നിലത്തിട്ട് ഒറ്റയടി അത് പൊളിഞ്ഞു പോയി. 450 രൂപ കൊടുത്ത് ഞാൻ 2-3 ആഴ്ച മുമ്പ് വാങ്ങിയതാ. ഞാനൊന്നും മിണ്ടിയില്ല, ഒന്നും പറഞ്ഞില്ല. ഞാനെ വിളിച്ചിട്ട് ടൗണിൽ പോയി, തിരിച്ചു വന്നു. നേരം വെളുത്തൊരു 9 മണിയായപ്പം എന്റെ അടുത്ത് വന്നു, എന്നോട് പറഞ്ഞു, മകള് പറഞ്ഞു, അപ്പൊ ഞാൻ ഇന്നലെ ചെയ്തത് ശരിയായില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അത് ചെയ്തത്? അത് ചെയ്യാനൊരു കാരണമുണ്ട്. കാരണം എന്റെ ആഗ്രഹം, എനിക്ക് തോന്നിയത് നാളെ ആ പ്രവൃത്തി ചെയ്യേണ്ടെന്നാണ്. അവൾക്ക് തോന്നിയത് അത് ചെയ്യണമെന്നാണ്. അതായത് ഒന്നിൽ കൂടുതൽ ആള് ഉള്ള ഒരു ഗ്രൂപ്പില് എല്ലാവരുടെയും ആഗ്രഹം നടക്കുകയില്ല. എല്ലാവരുടെയും അഭിപ്രായം നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. കാരണം ഒരാളുടെ അഭിപ്രായത്തിന് എതിരായിരിക്കും വേറൊരാളുടെ അഭിപ്രായം. അപ്പൊ ഒരേ അഭിപ്രായമുള്ള ആളുകള്, ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകള് അവിടെ ഐക്യം ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അവർ ഒരുമിച്ച് നിൽക്കും. വ്യത്യസ്തമായി ചിന്തിക്കുന്നവര്, വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകൾ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ അവിടെ ഞാൻ ഈ ആദ്യം പറഞ്ഞ സ്വാർത്ഥതയും കൊണ്ട് നിന്ന കാര്യം നടക്കില്ല. അവിടെ ഒരു നിസ്വാർത്ഥമായ അല്ലെങ്കിൽ ഒരു ത്യാഗ മനോഭാവം ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ തുടരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്നു പോകുന്നതിന്റെ കാരണം അത് തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിൽ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടി മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഒത്തുകൂടുന്ന ഒരു ഗ്രൂപ്പില് ഐക്യം ഉണ്ടെങ്കിലേ അതിലേക്ക് ആളുകൾ വരുള്ളൂ. നമുക്കറിയാം, നമ്മളിപ്പോ ഒരു വീട്ടിൽ പോയി ഒരു ആവശ്യത്തിന് ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി ചെന്നു. പിന്നെ കയറിയപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ആ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയൊരു
ഒരു ഉടക്കം അവിടെ കാണുന്നുണ്ട് അവരുടെ സംസാരത്തില്. പെട്ടെന്ന് നമ്മൾ പറയാ എന്നെ മത്തായി വിളിച്ചിട്ട് അവിടെ എനിക്കൊന്ന് പോയി കാണാം, ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു നമ്മൾ അവിടുന്ന് സ്ഥലം വിടും, കാരണം അവിടെ നിൽക്കുകയല്ല. ഇത് തന്നെയാണ് എ ഐയിലും സംഭവിക്കുന്നത്. എ ഐയിൽ പുതിയതായിട്ട് കയറി വരുന്ന ഒരാൾ വരുമ്പോൾ എ ഐയിൽ അവിടെ ഉണ്ടായിരിക്കുന്ന അംഗങ്ങൾ തമ്മിൽ ഐക്യമില്ലെങ്കിൽ പുതിയ ആള് വാതക്കൽ വരെ വരുള്ളൂ. അവരവിടുന്ന് മടങ്ങിപ്പോകും. ഇവന്മാരൊരിക്കലും നന്നാവില്ല എന്നൊരു പ്രാക്കിട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ ഐക്യം നിലനിർത്തേണ്ടത് എന്ന് ചോദിച്ചാൽ, എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ അത് കൂടിയേ തീരുള്ളൂ. ഞാൻ നിലനിൽക്കണമെങ്കിൽ അത് വേണം. ഗ്രൂപ്പ് നിലനിൽക്കണമെങ്കിൽ അത് വേണം. നമുക്കറിയാം, നമ്മൾ എല്ലാം തലതിരിഞ്ഞ രീതിയിൽ ആണ് നമ്മുടെ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം. ആൽക്കഹോളിക്സ് അനോണിമസിൽ സാധാരണഗതിയിൽ കുറെ ആളുകൾ ഒരുമിച്ച് നിർത്താൻ ചില വ്യക്തികൾ മുൻനിരയിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്കറിയാം, ജർമ്മൻ ജനതയെ ഒരു ദശാബ്ദക്കാലം മുൾമുനയിൽ നിർത്തിയോ ഒറ്റയ്ക്ക് നിർത്തിയ ഒരാളാണ് ഹിറ്റ്ലർ. അപ്പൊ ലോകം മുഴുവൻ കീഴടക്കാൻ പോയ ഒരാൾ, ഒറ്റയ്ക്ക് പോയ ഒരാളാണ് അലക്സാണ്ടർ ചക്രവർത്തി. അത്തരത്തിൽ ചില നേതാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയും. ആളുകളെ ഒരുമിച്ച് കൂട്ടി നിർത്തുന്ന ചില ശക്തിയായിട്ട് നിലകൊള്ളുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പരിപാടികൾ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. അതായത് വ്യക്തികൾക്ക് കാര്യമായ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. വ്യക്തികളെ അതുകൊണ്ട് നമ്മൾ പരിഗണിക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 11ഉം 12ഉം പാരമ്പര്യത്തിൽ നമ്മൾ അനാമധേയത്വത്തെ കുറിച്ച് പറയുന്നു. അനാമധേയത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ത്യാഗമാണ്. അപ്പൊ അതിലും നമ്മൾ ആ ആത്മീയ അടിത്തറയിൽ നിൽക്കുമ്പോൾ വ്യക്തികൾക്ക് യാതൊരു തരത്തിലുള്ള പ്രാധാന്യമില്ല. അപ്പൊ ഒരു ഗ്രൂപ്പ് നിലനിൽക്കണമെങ്കിൽ നമ്മൾ അല്പം പുറകോട്ട് ചിന്തിച്ചാൽ 1935 ആൽക്കഹോളിക്സ് അനോണിമസ് ആരംഭിച്ചു. 39, അപ്പൊ 100 ആളുകൾ ഉള്ളപ്പം 39 ആയപ്പം ബിഗ് ബുക്ക് എഴുതി, നമുക്കറിയാം. അതിന്റെ പെട്ടെന്ന് വളരെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അംഗസംഖ്യ വർദ്ധിച്ചു. അപ്പൊ നമ്മുടെ ഇടയിൽ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങളും ഉണ്ടായി. കാരണം ഒരുമിച്ച് നിൽക്കും, എങ്ങനെ ഒരുമിച്ച് നിൽക്കും? അപ്പൊ ഈ വൈകാരികമായ ഒരുതരം ഇമോഷണൽ ഡൈനാമിക് എന്നാണ് അന്ന് മനഃശാസ്ത്രജ്ഞന്മാർ നമ്മളെ കുറിച്ച് പറഞ്ഞത്. വൈദ്യശാസ്ത്രവും അതുപോലെ തന്നെ പുരോഹിതന്മാരും ഒക്കെ പറഞ്ഞു ഇവരൊരിക്കലും ശരിയാകാൻ പോകുന്നില്ല. കാരണം ഇവർക്കൊരു തത്വസംഹിതയില്ല, ഒരു നിയമാവലി ഇല്ല, ഒരു ബൈലോ ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇവരെങ്ങനെ നിലനിൽക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് എന്ന് അവർ പരസ്പരം പറഞ്ഞു. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഒന്നിച്ച് നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മുടെ സ്ഥാപകരായ ബിൽ ഡബ്ല്യു ബോബും ഒക്കെ ചിന്തിച്ചു. അപ്പൊ അവർക്ക് അതിന് അനുയോജ്യമായ രീതിയിൽ രൂപപ്പെടുത്തിയെടുത്ത 12 പാരമ്പര്യങ്ങൾ. യഥാർത്ഥത്തിൽ ഒന്നാമത്തെ പാരമ്പര്യം ഐക്യത്തെക്കുറിച്ചാണ്. അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് തുടർന്നു വരുന്ന 11 പാരമ്പര്യങ്ങളും. ഐക്യം നിലനിർത്തുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഈ പാരമ്പര്യങ്ങൾക്ക് ഒക്കെ. അപ്പൊ എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന് ചോദിച്ചാല്, ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളായ മദ്യാസക്തരായ ഓരോ ആളുകൾക്കും അറിയാം, നമ്മൾ ഒരുമിച്ച് നിന്നെങ്കിലേ രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന്. അതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് നിൽക്കുന്നു. ഒരിക്കലും ഒന്നും സംഭവിച്ചില്ല, മറ്റുള്ളവർ സമൂഹവും ഒക്കെ പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. അത് ഐക്യത്തിന്റെ പാതയിൽ തന്നെ മുമ്പോട്ട് പോയി. എന്തുകൊണ്ടാണ് ഈ തത്വങ്ങൾ നമ്മൾ സ്വീകരിച്ചത് എന്ന് ചോദിച്ചാൽ അത് നല്ലതാണ്, അതുകൊണ്ടാണ്. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് വേണ്ടാത്ത കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അനുയോജ്യമായ കാര്യങ്ങൾ തന്നെയാണ്, നല്ല കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ 12 പാരമ്പര്യങ്ങളും ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തികൾ തമ്മിൽ കൂടുന്നതാണല്ലോ ഗ്രൂപ്പ്, അത് പാലിച്ച് മുമ്പോട്ട് പോയാല് എപ്പോഴും ഒരു ഗ്രൂപ്പിൽ ഐക്യം നിലനിൽക്കും. യഥാർത്ഥത്തിൽ നമുക്കൊക്കെ അറിയാം എന്താ ഈ ഐക്യത്തിന് വിഘാതമായിട്ട് വരുന്നത്, എവിടെയാണ് ഐക്യം തകരുന്നത്? വളരെ വ്യക്തമാണ്, വളരെ ലളിതമാണ്. നമ്മുടെ അധികാരമോഹവും അതുപോലെ തന്നെ സ്വാർത്ഥതയും ഈഗോയും ഒക്കെ തന്നെ. അപ്പൊ ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 12ാമത്തെ പാരമ്പര്യത്തിൽ പറയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ആത്മീയ അടിത്തറ എന്ന് പറയുന്നത് അനോണിമിറ്റിയാണ്. അത് ആ ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഐക്യത്തിന് നിരക്കാത്ത ഒരു കാര്യം
അയാൾ ചെയ്യില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് സ്വാർത്ഥതയിലും അതുപോലെ തന്നെ അധികാരമോഹങ്ങളിലും പിന്നെ പ്രശസ്തിയും ഒക്കെ കാംക്ഷിച്ച് നടന്നിരുന്ന ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അയാൾ നിസ്വാർത്ഥനും ഒരു മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നവനും അതുപോലെ തന്നെ ഒരു ത്യാഗ മനോഭാവവും അദ്ദേഹത്തിന് കൈവരിക്കാൻ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 11ഉം 12ഉം പടികളിൽ പറയുന്നത് പോലെ തന്നെ അത്തരത്തില് ആത്മീയമായ ഒരു ഉണർവ് ഉണ്ടായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഐക്യം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഗിറാമുട്ടിയൊന്നുമല്ല. അത്തരത്തിലുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ആണ് ആൽക്കഹോൾസ് അനോണിമസിലെ അംഗങ്ങൾക്കിടയിൽ ഐക്യവും അതുപോലെ തന്നെ പിന്നെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടില് ഒരു ഐക്യമില്ലെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാർ ഇങ്ങോട്ട് കയറി വരത്തില്ല. അപ്പൊ അത് ഒഴിച്ചുകൂടാനാവാത്തതാണ്. എന്റെ തന്നെ നിലനിൽപ്പിന് അത് കൂടിയേ തീരുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരം കാര്യങ്ങളില് ശ്രദ്ധിക്കുന്നത്. പൊതു നന്മയാണ് ആദ്യം വരേണ്ടത്. എങ്കിൽ മാത്രമേ എനിക്കും നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി.